ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു ദിവസമാണ് കേട്ടോ. വളരെ സന്തോഷമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബിഫാം കോഴ്സ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 10-17 വർഷമായി. അപ്പോൾ അന്ന് കഴിഞ്ഞ സമയത്ത് ഫൈനൽ എക്സാം കഴിഞ്ഞ സമയത്ത് പിരിഞ്ഞ ആൾക്കാർ പിന്നെ ഇത്രയും വർഷത്തിന് ശേഷമാണ് കാണുന്നത്. ഇന്ന് ഞങ്ങളുടെ ഗെറ്റ് ടുഗദറാണ്. അത് ആയുഗ് എന്ന് പറഞ്ഞ റിസോർട്ടിലാണ് നടക്കുന്നത്. അപ്പം ഇവിടുത്തെ വിശേഷങ്ങളും നല്ല അടിപൊളിയായിട്ടുള്ള റിസോർട്ടാണ്. കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിൽ ഇരഞ്ഞിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. ഒരു പുഴയുടെ തീരത്തുള്ള റിസോർട്ടാണ് ഇത്. ഇതിലെ മെയിൻ ഹൈലൈറ്റ് ഈ ബോട്ട് തന്നെയാണ് കേട്ടോ. നമുക്ക് ആദ്യം തന്നെ കാണുമ്പം ഇതിലൊന്ന് കയറി നോക്കാനാണ് തോന്നുക. അങ്ങനെ ഇതിൻ്റെ ഉള്ളിലൊന്ന് ഞാൻ കയറി നോക്കിയതാണ് കേട്ടോ. നല്ല അടിപൊളി സെറ്റപ്പാണ്. നമുക്കിതിൻ്റെ ഉള്ളിൽ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാം, പിന്നെ പുറത്തെ കാഴ്ചകളൊക്കെ കാണാം. അത്യാവശ്യം വിശ്രമിക്കാനുള്ള ഒരു സ്പേസും സൗകര്യമൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഇതിൻ്റെ വിൻഡോസിലൂടെ നമുക്ക് നോക്കിയാൽ പുഴയിലെ കാഴ്ചകളൊക്കെ കാണാം. കൂടാതെ മറ്റേ വശത്തൂടെ നോക്കുമ്പോൾ നമുക്ക് ആ മുറ്റത്തുള്ള റിസോർട്ടിൻ്റെ മുറ്റത്ത് കുട്ടികളൊക്കെ കളിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ റിസോർട്ടിൽ ഒരു കുതിരയുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കുതിരപ്പുറത്ത് കയറി ഒരു മിനി റൈഡൊക്കെ നടത്തിയേ. ഇവിടെ ഒരു ആയുർവേദിക് റിസോർട്ടാണെന്ന് പറഞ്ഞില്ലേ. ഈ കാണുന്ന ബിൽഡിങ്ങിലാണ് ആയുർവേദിക് ട്രീറ്റ്മെൻ്റ് ഒക്കെ നടത്തുന്നത് കേട്ടോ. ഇത് കണ്ടോ, ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് റിവറാണ്. നല്ല മനോഹരമായൊരു ആംബിയൻസ് ഉള്ളൊരു റിസോർട്ടാണ് കേട്ടോ. ഇന്ന് അത്യാവശ്യം നല്ലൊരു ദിവസമായിരുന്നു. അത്യാവശ്യം നല്ല വെയിലൊക്കെ ഉള്ള ദിവസമായിരുന്നു. മഴ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇത്ര എൻജോയ് ചെയ്യാനൊന്നും പറ്റില്ല. നല്ല കാറ്റൊക്കെ ഉള്ള നല്ലൊരു ക്ലൈമറ്റ് ഉള്ള ദിവസമാണ് കേട്ടോ ഈ ഫംഗ്ഷൻ ഉണ്ടായിരുന്നത്. ഇതാണ് കേട്ടോ ആയുർവേദിക് ഹോസ്പിറ്റൽ. ഇവിടെ ആയുർവേദ ട്രീറ്റ്മെൻറ്റ് കൂടാതെ കളരിക്കുള്ള സൗകര്യമുണ്ട്. ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കേക്ക് കട്ടിങ്ങും ഉണ്ടായിരുന്നു. കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ഓരോരുത്തർ പിരിഞ്ഞു തുടങ്ങി.
അതിൻ്റെ റിസോർട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മളെ ബിബിൻ്റെ വീട്. അപ്പോൾ അവൻ്റെ വീട്ടിലൊക്കെ ഒന്ന് കയറി അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. നല്ല അടിപൊളിയായിട്ട് അവൻ ഇൻറ്റീരിയറൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി മറ്റൊരു കാഴ്ചയുമായി നമുക്ക് അടുത്ത് തന്നെ കാണാം. താങ്ക് യു.